എവരിബഡി, വെൽക്കം ടു ലൈഫ് റൂട്ട്സ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിൻ്റെ റൂട്ട്സ്. കണ്ടില്ലേ, ഞങ്ങളിങ്ങനെ പയ്യെ ഒരു സ്ഥലം വരെ വന്നപ്പോഴത്തേക്കും ദമാം ഏരിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. ഞങ്ങൾ കസീമിൽ നിന്ന് കിബ വഴി ഞങ്ങൾ ദമാമിലോട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഈ പൂക്കൾ കണ്ടുകൊണ്ട് നിർത്തിയതാണ്. പക്ഷേ ഇതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം ഇതേപോലെ പൂക്കളാണ്. ഇതേപോലെ മൊത്തം പൂക്കൾ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത പൂക്കൾ. അടിപൊളി, നല്ല രസം. ഞാനും സച്ചിൻ കൂടി ഇത് കണ്ടുകൊണ്ട് നിർത്തിയതാണ്. നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏരിയ മൊത്തം ഇതേപോലുള്ള ക്യാമ്പും ബഹളവും. എന്താ നൈറ്റ് ലൈഫ് ഇവിടുത്തെ. അങ്ങോട്ട് നോക്കി മരുഭൂമി കിടക്കുന്നുണ്ടോ, എന്തോ ഓരോ മരുഭൂമിയാണ്. ചേച്ചി ഇവിടെ ഒന്ന് ക്യാമ്പ് അടിച്ചാലോ? ഫുള്ള് സെറ്റപ്പ് ഉണ്ട്, അടിച്ചാലോ? വണ്ടിക്കകത്ത് ഫുള്ള് സെറ്റപ്പ് ഉണ്ട്. അടിച്ചേക്കാം. ഞങ്ങൾ ക്യാമ്പ് അടിച്ചാലോന്ന് വിചാരിക്കുമായിരുന്നു ഞാനും സച്ചിൻ കൂടെ. ഇവിടെ നിന്ന് പോയാൽ നാളെ രാവിലെ ദമാമിൽ എത്തണം. ആ ഒറ്റൊരു കാരണം ഉണ്ട് അടിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിലാണ്. ക്യാമ്പ് ഇവിടെ നൈറ്റ് ക്യാമ്പ് അടിക്കണമെന്നുള്ളത്. നോക്കി ഈ ബാക്കിൽ മൊത്തവും ഇതാ പരിപാടി കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല സുഖം. എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ പൂത്ത് നിൽക്കുക. ഞാനിങ്ങനെ ഇത്രയും പൂത്ത് സൗദി അറേബ്യയിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരുപാട് യാത്രകൾ ഇതിലേക്കൂടെ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇതേപോലെ പൂത്ത് നിൽക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ മൊത്തം ഏകദേശം ഞങ്ങളൊരു 10-20 കിലോമീറ്റർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഇതേപോലെ തന്നെ ക്യാമ്പ്, ഇതേപോലെ തന്നെ പൂക്കൾ, കളർ വ്യത്യാസം കണ്ടുകൊണ്ട് നിർത്തിയതാണ് വണ്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണും കണ്ടോ, ഒരു പ്രത്യേക മണ്ണ്, നല്ലൊരു മണ്ണും. ഇവിടെ എല്ലാം ഇങ്ങനെ ക്യാമ്പാണ്. അങ്ങനെ സൂര്യൻ ഇങ്ങനെ അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന അവിടെ എല്ലാം ഇതേപോലത്തെ ചെറിയ ചെറിയ ക്യാമ്പുകൾ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ താമസിക്കാനും ഇത് കാണിക്കാനും. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കില്ല, പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ഉണ്ട്. വണ്ടികളും ചറവറാതും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോലീസും ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. അത്യാവശ്യം പോലീസും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. ഇവിടെ ഒന്നും അലമ്പൊന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ട് പോവുമായിരുന്നു. എൻ്റെ അമ്മോ, ഇവിടെ ഒട്ടകത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഒട്ടകത്തിൻ്റെ കാലെടുക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ഇതാണ്, ഒട്ടകം. ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടകത്തിന് മാത്രമാണ്. അല്ലാണ്ട് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളില്ല. ഒട്ടകം ഉണ്ടോ എന്ന് നോക്കാം, ഒട്ടകത്തിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പിടിക്കുക. നല്ല തണുപ്പ് കേട്ടോ. ഈ പൂക്കളിങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസം, പ്രത്യേക വൈബ്, അടിപൊളി. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ പൂക്കളുടെ ഒരു ഇതേപോലത്തെ പൂക്കളാണ് ഇവിടെ നിൽക്കുന്നത്. ആഹാ, അടിപൊളി, എന്ത് രസം, എന്ത് മനോഹരം. അതിൻ്റെ എരി മൊത്തം ഉണ്ടെന്നുള്ളത് അതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാണ്ട് 1-2 ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ലായിരുന്നു. നല്ല തണുപ്പ്. അങ്ങോട്ട് നിൽക്കാൻ മണലാരണ്യം കിടക്കുന്നുണ്ടോ, അതിലേക്കൂടെയാണ് ഞങ്ങൾക്ക് ഇനി പോകേണ്ടത്. ആ ഏരിയ മൊത്തം കവർ ചെയ്ത് പോകണം. ഏകദേശം ഞങ്ങൾക്ക് ഇനി 10-600 കിലോമീറ്റർ ഓടാനുണ്ട്. ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. സജി ഓടി വണ്ടി കയറിയോ? വാടാ പോവാ. സജി ഓടി വണ്ടി കയറി തണുപ്പ് കാരണം. അപ്പോൾ കാണാം കാഴ്ചകൾ സൗദിയിലെ.